ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനുമായി ഒരു പുരാതന വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. ഗൗരവമേറിയ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ചന്ദ്രഗുപ്ത, ഇന്ന് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ്. എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഈ കാര്യങ്ങൾ നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും. ഇന്ന് ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ഉപദേശം അമൂല്യമാണ്. ഈ കാര്യങ്ങൾ നീ എപ്പോഴും ഓർക്കണം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആര് വിളിച്ചാലും നീ പോകാൻ പാടില്ലാത്ത 7 സ്ഥലങ്ങളെ കുറിച്ചാണ്. ആരെങ്കിലും ക്ഷണിച്ചാൽ പോലും അവിടുത്തെ കാര്യങ്ങൾ അറിയാതെ അങ്ങോട്ട് പോകാൻ നീ ആലോചിക്കുക പോലും ചെയ്യരുത്. അറിയാതെ പോലും നീ അവിടേക്ക് പോകരുത്. കാരണം ഒരു സാധാരണ ചിന്താഗതിക്കാരന്റെ സ്വഭാവം വളരെ മൃദുവാണ്. അയാൾ വളരെ എളുപ്പത്തിൽ ആരുടെയെങ്കിലും കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട്. നീ നിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നീ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നീ പ്രാവർത്തികമാക്കണം. എന്റെ വാക്കുകൾ ആഴത്തിൽ ശ്രദ്ധിക്കുകയും വേണം. ചന്ദ്രഗുപ്തൻ ആകാംക്ഷയോടെ പറഞ്ഞു. ഗുരുദേവ, അങ്ങ് പറഞ്ഞാലും ഞാൻ ശ്രദ്ധയോടെ കേൾക്കാം. ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി എന്റെ പുത്ര, എന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഞാൻ നിനക്ക് നൽകിയ ഈ 7 കാര്യങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഈ കാര്യങ്ങൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല, ഒരു രാജാവെന്ന നിലയിലും ഒരു യോദ്ധാവെന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഉപകാരപ്രദമാകും. ഇത് ശാസ്ത്രങ്ങളെയും വേദങ്ങളെയും എൻ്റെ സ്വന്തം നയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അർത്ഥശാസ്ത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപകടത്തെ മുൻകൂട്ടി തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ. അപ്പോൾ നമുക്ക് ഓരോന്നായി ഈ 7 സ്ഥലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓരോന്നിനെ കുറിച്ചും ഞാൻ വിശദീകരിക്കും, ഉദാഹരണങ്ങൾ നൽകും, കാരണങ്ങൾ വ്യക്തമാക്കും. എന്തിനാണ് 7 സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ലാത്തതെന്നും ഞാൻ പറഞ്ഞു തരും. ഈ അറിവ് നിന്നെ അജയനാക്കും. ഒന്നാമത്തെ സ്ഥലം നിന്റെ അഭിമാനത്തിന് വിലയില്ലാത്ത ഒരിടം, അവമതിപ്പുണ്ടാക്കുന്നിടം. ചന്ദ്രഗുപ്ത കേൾക്കൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം എന്താണ്? മഹത്വവും ആദരവും. നിനക്കൊരു വിലയുമില്ലാത്ത ആളുകൾ നിന്നെ അവജ്ഞയോടെ കാണുന്ന, നിന്ദിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ആ ഒരിടം, അങ്ങോട്ടൊരുങ്ങാതെ കാലെടുത്തു വെക്കുന്നത് മരണത്തിന് തുല്യമാണ്. എന്തുകൊണ്ട്? കാരണം മനുഷ്യന്റെ മനസ്സ് വളരെ ദുർബലമാണ്. അപമാനം അവനെ തകർത്തു കളയും. ഒരു രാജാവായിരുന്നിട്ടും നിനക്ക് അപമാനമുണ്ടായാൽ നിന്റെ രാജ്യം എങ്ങനെ ഭരിക്കും? അപമാനത്തിന്റെ ഊർജം അത്രയ്ക്കും അപകടകരമാണ്. അത് നിന്റെ ആത്മാവിനെ ദ്രവിപ്പിക്കും, നിന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ദുർബലപ്പെടുത്തും. വാസ്തുശാസ്ത്രത്തിലും വേദങ്ങളിലും ആത്മാഭിമാനത്തിന് പരമോന്നത സ്ഥാനം നൽകിയിരിക്കുന്നു. ഋതുവേദത്തിൽ പറയുന്നു, ഒരു വ്യക്തിക്ക് തന്റെ മാനം വർദ്ധിക്കുന്ന അന്തരീക്ഷത്തിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, അല്ലാതെ കുറയുന്നൊരിടത്ത് പാടില്ല. ആദ്യം അറിയുക അവിടെ ഉള്ളത് എന്തെന്ന്. അവർ നിന്റെ മിത്രങ്ങളാണോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണോ? അവിടുത്തെ അന്തരീക്ഷം നിനക്ക് അനുകൂലമാണോ? അല്ലെങ്കിൽ ഒരു കാരണം പറഞ്ഞ് നീ അത് ഒഴിവാക്കണം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെന്ന് പറയുക, പക്ഷെ ഒരിക്കലും പോകരുത്. ഈ സ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീടായിരിക്കും. അവിടെ വെച്ച് നീ മുമ്പ് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ജാതി, മതം, പദവി എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഏതെങ്കിലും സഭയായിരിക്കാം. ജീവിതം ചെറുതാണ്, സമയം പാഴാക്കരുത്. വേദങ്ങളിൽ പറയുന്നു, ആദരിക്കപ്പെടുക, അപമാനിക്കപ്പെടരുത്. അപമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. കാരണം അപമാനം കലാപത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത്. ഇത് ശരീരം പതിയെ പതിയെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആലോചിക്കാതെ ഒരിക്കലും പോകരുത്. എപ്പോഴും വിലയിരുത്തുക. അവിടെ നിനക്ക് ആദരം ലഭിക്കുമോ, നിന്റെ വാക്ക് കേൾക്കുമോ, അല്ലെങ്കിൽ അകലം പാലിക്കുക. ഈ നിയമം വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല, രാഷ്ട്രീയമായ സാമൂഹിക ജീവിതത്തിനും നിർബന്ധമാണ്. ഒരു യോദ്ധാവെന്ന നിലയിൽ നീ എപ്പോഴും ശക്തമായ നിലയിൽ നിൽക്കണം. അപമാനം ബലഹീനതയുടെ പ്രതീകമാണ്. ബലഹീനത മരണത്തെ ക്ഷണിക്കുന്നു. വേദാന്തത്തിൽ ആത്മാവിന്റെ പരിശുദ്ധിക്ക് ഊന്നൽ നൽകുന്നു. അപമാനം ആ പരിശുദ്ധിയെ മലിനമാക്കുന്നു. അതുകൊണ്ടാണ് ചന്ദ്രഗുപ്ത, ഈ കാര്യം ആഴത്തിൽ മനസ്സിലാക്കുക. ആദരവുള്ള സ്ഥലം മാത്രം തിരഞ്ഞെടുക്കുക, മറ്റുള്ളവയിൽ നിന്ന് അകന്നു നിൽക്കുക. ഈ അറിവ് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നിനക്ക് വിജയം നൽകും. അപമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തന്നെയാണ് ബുദ്ധി. എപ്പോഴും ഓർക്കുക, അഭിമാനമാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. രണ്ടാമത്തെ സ്ഥലം വേശ്യയുടെ വീട്. ചാണക്യൻ ഗാഢമായ നോട്ടത്തോടെ പറഞ്ഞു. കേൾക്കൂ വത്സ, ജീവിതത്തിൽ ചില സ്ഥലങ്ങളുണ്ട്,
അവിടെ പ്രവേശിക്കുന്നത് നിന്റെ ആത്മാഭിമാനത്തെയും ആത്മബലത്തെയും നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അതിലൊന്നാണ് വേശ്യയുടെ വീട്. വേശ്യയുടെ വീട്ടിൽ പോകുന്ന രാജാവിന്റെ സേനാധിപന്റെ സൈന്യം ദുർബലമായി പോകുന്നു. അങ്ങോട്ട് മനസ്സ് പോകുന്ന മന്ത്രിയുടെ നയം അഴിമതി നിറഞ്ഞതാകുന്നു. അങ്ങോട്ട് ചായ്വ് കാണിക്കുന്ന പ്രജകളുടെ രാജ്യം തകർച്ചയിലേക്ക് നീങ്ങുന്നു. മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം അവന്റെ സ്വഭാവമാണ്. സ്വഭാവത്തിന്റെ ശത്രുവാണ് കാമം. വേശ്യയുടെ വീട് പുറമെ നിന്ന് ആകർഷകമായി തോന്നാം. അവിടെ സുഗന്ധം, അലങ്കാരം, നൃത്തം, സംഗീതം, ക്ഷണികമായ സുഖം എന്നിവയുടെ പ്രതീതിയുണ്ടാകും. പക്ഷെ അകത്ത് ആ സ്ഥലം ആത്മാവിന്റെ ഊർജം വലിച്ചെടുക്കുന്നതും പുണ്യത്തെ നശിപ്പിക്കുന്നതും പാപത്തിന്റെ ഗന്ധം നിറഞ്ഞതുമാണ്. ചാണക്യൻ പറഞ്ഞു, കാമത്തേക്കാൾ വലിയ രോഗമില്ല, തൃഷ്ണയേക്കാൾ വലിയ ശത്രുവില്ല. വേശ്യയുടെ വീട്ടിൽ പോകുക എന്നതിനർത്ഥം സ്വന്തം സ്വഭാവത്തെ പണയം വെക്കുക എന്നതാണ്. കാരണം അവിടെ പോകുന്ന വ്യക്തി പതിയെ പതിയെ സ്വന്തം ആഗ്രഹങ്ങളുടെ അടിമയായി മാറുന്നു. ശരീരത്തിന്റെ സുഖം ക്ഷണികമാണ്, പക്ഷേ അതിന്റെ ഫലം ദീർഘകാലത്തേക്കുള്ളതാണ്. ആത്മാവിന്റെ തേജസ് കുറയുന്നു. മനുഷ്യൻ പതിയെ പതിയെ അലസത, മോഹം, ബലഹീനത എന്നിവയിൽ കുടുങ്ങിപ്പോകുന്നു. ചാണക്യൻ പറയുന്നു, രാജാവായാലും സാധാരണക്കാരനായാലും വേശ്യയുടെ വീട്ടിൽ പോകുന്നവർ തന്റെ ധനം മാത്രമല്ല, തന്റെ അഭിമാനത്തെയും ആത്മബലത്തെയും നശിപ്പിക്കുന്നു. കാരണം വേശ്യയുടെ വീട് ശരീരത്തിന്റെ കച്ചവടം മാത്രമേ നടത്തുന്നുള്ളൂ. അവിടെ സ്നേഹം, ശ്രദ്ധ, വിശ്വസ്തത, പരിശുദ്ധി എന്നിവയില്ല. ആ സ്ഥലം മനുഷ്യന്റെ മോഹവലയിൽ ബന്ധിപ്പിക്കുകയും പതിയെ പതിയെ അവനെ അധപതനത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നു, ധർമ്മം, അർത്ഥം, കാമം, മോശം എന്നിവയാണ് 4 പുരുഷാർത്ഥങ്ങൾ. പക്ഷേ കാമത്തിന്റെ സ്ഥാനം ധർമ്മത്തോട് ചേർന്നുള്ളതാണ്. കാമം ധർമ്മത്തിന്റെ അതിർവരമ്പ് കടന്ന് വേശ്യയുടെ വീട്ടിലെത്തുമ്പോൾ ധർമ്മം നശിക്കുന്നു. ധർമ്മം നശിച്ചാൽ ബാക്കിയുള്ള 3 നിലനിൽക്കില്ല. വേശ്യയുടെ വീട്ടിൽ പോകുന്നവനെ സമൂഹം ആദരവോടെ കാണുന്നില്ല. അവന്റെ പ്രശസ്തി ഇടിയുന്നു. ചാണക്യൻ മുമ്പ് പറഞ്ഞ പോലെ പ്രതിഷ്ഠ തന്നെയാണ് ശക്തി. പ്രശസ്തിയില്ലാതെ രാജാവിന് ഭരിക്കാനോ സാധാരണക്കാരന് സുഖമായി ജീവിക്കാനോ കഴിയില്ല. വേദങ്ങളും ഉപനിഷത്തുകളും ആത്മീയ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും പറയുന്നു. 3-ാമത്തെ സ്ഥലം മദ്യത്തിന്റെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ള ഇടം. മദ്യത്തിന്റെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ള ഒരിടത്ത് പോകുന്നത് ആത്മാവിനെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. മദ്യം ശരീരത്തിന് വിഷം നൽകുക മാത്രമല്ല, മനസ്സിന്റെയും ബുദ്ധിയുടെയും വേരുകളെ പോലും നശിപ്പിക്കുന്നു. ക്ഷണികമായ സുഖത്തിനും ഉന്മാദത്തിനും വേണ്ടി ഒരു മനുഷ്യൻ നൽകുന്ന വില വിവേകത്തിന്റെ നഷ്ടമാണ്. വിവേകമാണ് മനുഷ്യന്റെ യഥാർത്ഥ ധനം. വിവേകം പോയാൽ രാജാധികാരം, വിദ്യ, പരാക്രമം, സാധന എന്നിവയെല്ലാം വ്യർത്ഥമാകും. ആചാര്യ ചാണക്യൻ വ്യക്തമായി പറഞ്ഞു, ലഹരിയുടെ കേന്ദ്രസ്ഥലം ഭാവത്തിന്റെ വീടാണ്. അവിടുത്തെ കാറ്റുപോലും മലിനമാണ്. അവിടുത്തെ സംഗീതം പോലും ഉന്മാദകരമാണ്. അവിടുത്തെ ചിരിയും കള്ളവും പൊള്ളയുമാണ്. അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി പതിയെ പതിയെ അതേ തിരമാലയിൽ ഒഴുകിപ്പോകാൻ തുടങ്ങും. ആദ്യം അവൻ വെറുതെ കാണാൻ പോകുന്നു, പിന്നെ കൂട്ടുകെട്ട് അവനെ ആകർഷിക്കുന്നു. പെട്ടെന്ന് തന്നെ അവനും അതേ ദോഷത്തിൽ മുങ്ങിപ്പോകുന്നു. വേദങ്ങളിൽ പറയുന്നു, മദ്യം നാശത്തിലേക്ക് നയിക്കുന്നു. അവിടെ പോകുന്നത് കൊണ്ട് ശരീരം ദുർബലമാവുക മാത്രമല്ല, ആത്മാവിന്റെ തേജസ്സും ക്ഷയിച്ചു പോകുന്നു. ലഹരിയെ സ്പർശിച്ചാൽ പോലും സാധകന്റെ മനസ്സ് ഒരിക്കലും സ്ഥിരമാകുകയില്ല. ലഹരിയിൽ മുഴുകിയ മനുഷ്യന്റെ രഹസ്യങ്ങൾ പുറത്തുവരും. ഈ അവസരമാണ് ശത്രുവിന് വേണ്ടത്. അതുകൊണ്ട് ആചാര്യൻ മുന്നറിയിപ്പ് നൽകിയത്, സ്വന്തം രഹസ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ലഹരിയെ ആശ്രയിക്കരുത്. ആത്മീയ വീക്ഷണത്തിൽ ലഹരി ആത്മാവിന്റെ പരിശുദ്ധിയെ മറയ്ക്കുന്നു. ഈ കാരണം കൊണ്ട് ലഹരിയുടെ സ്ഥലത്ത് കാലെടുത്തു വെക്കുന്ന വ്യക്തി സ്വന്തം ഉള്ളിൽ മരണത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത്. ഈ മരണം ശരീരത്തിന്റെ മാത്രമല്ല, സ്വഭാവത്തിന്റെയും ആത്മാവിൻ്റെതുമാണ്. അതുകൊണ്ട് ചന്ദ്രഗുപ്ത ഓർക്കുക, മദ്യത്തിന്റെ പ്രവാഹമുള്ളിടം, ആളുകൾ സ്വന്തം വിവേകത്തെ മധ്യ ക്ലാസ്സിൽ മുക്കിക്കളയുന്നിടം, പാട്ടും നൃത്തവും കാമത്തെയും ഭ്രാന്തിനെയും മാത്രം ജനിപ്പിക്കുന്നിടം, ആ സ്ഥലത്തു നിന്ന് മൈലുകൾ അകന്നു നിൽക്കുക. അവിടുത്തെ ഒരു ശാസ്ത്രം പോലും വിഷത്തിന് തുല്യമാണ്. 4-ാമത്തെ സ്ഥലം ശത്രുവിന്റെ വീട്. ശത്രുവിന്റെ വീട് അത് വിശ്വാസത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്തൊരിടമാണ്. വിഷം നിറഞ്ഞ കിണർ പോലെയാണ്. അങ്ങോട്ട് പോകുന്നവൻ സ്വയം അപകടത്തിലാകുന്നു. ശത്രുവിന്റെ മധുരമായ സംസാരവും ആതിഥ്യവും ഒരു കെണിയാണ്. അത് മനുഷ്യനെ വശീകരിച്ച് അവനെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. ആചാര്യ ചാണക്യൻ പറഞ്ഞു, ശത്രുവിന്റെ വീട് തേൻകൂടാണ്. പുറമേ മധുരം, അകത്തു കൊത്തുന്നതാണ്.
അവിടുത്തെ ചിരി വഞ്ചന നിറഞ്ഞതാണ്. ഓരോ ചുവടിലും വഞ്ചനയുടെ വാൾ തൂങ്ങിക്കിടക്കുന്നു. ശത്രുവിന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന വ്യക്തി തന്റെ ബുദ്ധിയും വിവേകവും പണയം വെക്കുന്നു. ആദ്യം അവൻ ആദിത്യത്തിൽ ഒഴുകിപ്പോകുന്നു, പിന്നെ പതിയെ പതിയെ ശത്രുവിന്റെ കെണിയിൽ കുടുങ്ങുന്നു. ശാസ്ത്രങ്ങളിൽ പറയുന്നു, ശത്രുവിനോടുള്ള കൂട്ടുകെട്ട് ആത്മഹത്യയാണ്. അവിടുത്തെ കാറ്റിൽ ചതി, വഞ്ചന, അവിടുത്തെ ഭക്ഷണം വിഷം, അവിടുത്തെ വാക്കുകൾ മായാജാലം. രാഷ്ട്രത്തിൽ ഇത് കൂടുതൽ അപകടകരമാണ്. ശത്രുവിന്റെ വീട് രഹസ്യ പദ്ധതികൾ ഉണ്ടാക്കുന്ന ഒരിടമാണ്. സ്വന്തം മരണത്തെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ശത്രുവിന്റെ വാതിൽ മുട്ടുകയുള്ളൂ. അതുകൊണ്ട് ചന്ദ്രഗുപ്ത, ശത്രുവിന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക. അവന്റെ മധുരമായ പുഞ്ചിരിയുടെയും ആദിത്യ മര്യാദയുടെയും പിന്നിൽ ഒളിച്ചിരിക്കുന്ന വഞ്ചന നിന്നെ ഭസ്മമാക്കിയേക്കാം. ആ സ്ഥലം മരണത്തിന്റെ വാതിലാണ്. അവിടുന്ന് മടങ്ങിവരവ് പശ്ചാത്താപത്തോടെ മാത്രമേ ഉണ്ടാകൂ. 5-ാമത്തെ സ്ഥലം ഗോഹത്യ നടക്കുന്നിടം. ഗോഹത്യ പാപത്തിന്റെ കോട്ടയാണ്. ഭൂമിയിൽ അമ്മയുടെ രൂപമായ ഗോവിന്റെ കൊലപാതകം ഒരു ജീവിയുടെ മരണം മാത്രമല്ല, ധർമ്മത്തിന്റെയും കരുണയുടെയും കൊലപാതകമാണ്. അങ്ങനെയുള്ള സ്ഥലം ഇരുട്ടിന്റെയും ക്രൂരതയുടെയും കേന്ദ്രമാണ്. അവിടെ മനുഷ്യത്വത്തിന്റെ തേജസ് ക്ഷയിച്ചു പോകുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നു, ഗോഹത്യ സർവനാശത്തിന്റെ മൂലമാണ്. അവിടുത്തെ മണ്ണ് രക്തത്താൽ കുതിർന്നതാണ്. അവിടുത്തെ കാറ്റ് പാപത്തിന്റെ ഭാരത്താൽ കനത്തതാണ്. അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി പതിയെ പതിയെ ക്രൂരതയിലേക്കും സംവേദനയില്ലായ്മയിലേക്കും ആകർഷിക്കപ്പെടുന്നു. ആദ്യം അവൻ വെറും കാഴ്ചക്കാരനാകുന്നു, പിന്നെ അവന്റെ മനസ്സ് അക്രമത്തെ സ്വീകരിക്കാൻ തുടങ്ങുന്നു. അവസാനം അവനും ആ പാപത്തിന്റെ ഭാഗമായി മാറുന്നു. 6-ാമത്തെ സ്ഥലം ദുസ്വഭാവിയും അത്യാഗ്രഹിയുടെയും വീട്. ദുസ്വഭാവിയുടെയും അത്യാഗ്രഹിയുടെയും വീട് അത് ധാർമ്മികതയ്ക്കും സത്യത്തിനും ഒരു വിലയുമില്ലാത്തൊരിടമാണ്. അതൊരു ചതുപ്പു നിലം പോലെയാണ്. അതിൽ കുടുങ്ങുന്ന വ്യക്തി തന്റെ ആത്മാവിനെയും അഭിമാനത്തെയും നഷ്ടപ്പെടുത്തുന്നു. ദുസ്വഭാവവും അത്യാഗ്രഹവും മനുഷ്യനെ മൃഗത്തേക്കാൾ താഴെയാക്കുന്നു. കാരണം ഇവിടെ വിവേകമില്ല, ധർമ്മവുമില്ല. ചാണക്യൻ പറഞ്ഞു, അത്യാഗ്രഹിയുടെ വീട് വിഷത്തിന്റെ കലവറയാണ്, ദുസ്വഭാവിയുടെ വീട് പാപത്തിന്റെ ഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി ആദ്യം അത്യാഗ്രഹത്തിന്റെ കെണിയിൽ കുടുങ്ങുന്നു. പതിയെ പതിയെ വ്യക്തി സ്വന്തം മര്യാദകളെ നഷ്ടപ്പെടുത്തുന്നു. 7-ാമത്തെ സ്ഥലം അഹങ്കാരിയുടെ വീട്. അഹങ്കാരിയുടെ വീട് അത് വിവേകവും വിനയവും നഷ്ടപ്പെട്ടൊരിടമാണ്. അതൊരു മരുഭൂമി പോലെയാണ്. അവിടെ സ്നേഹത്തിന്റെ തണുപ്പില്ല, സത്യത്തിന്റെ വെള്ളവുമില്ല. അഹങ്കാരം മനുഷ്യനെ അന്ധനാക്കുന്നു. അവന്റെ വീട് പതനത്തിന്റെ കേന്ദ്രമാണ്. ചാണക്യൻ പറഞ്ഞു, അഹങ്കാരിയുടെ വീട് അഗ്നികുണ്ഡമാണ്. അത് സ്വയം കത്തുകയും മറ്റുള്ളവരെ ചുട്ടരിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കാറ്റിൽ അഹങ്കാരത്തിന്റെ ഗന്ധമുണ്ട്. അവിടുത്തെ വാക്കുകൾ സ്വന്തം പ്രശംസകൾ കൊണ്ട് മാത്രം നിറഞ്ഞതാണ്. അഹങ്കാരിയുടെ വീട്ടിൽ പോകുന്ന വ്യക്തി പതിയെ പതിയെ അവന്റെ സ്വാധീനത്തിലാകുന്നു. ആദ്യം അവർ തന്റെ പ്രശംസകൾ കേൾക്കുന്നു. അഹങ്കാരം സർവനാശത്തിന്റെ കാരണമാണ്. അവിടുത്തെ അന്തരീക്ഷം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. വ്യക്തി തന്റെ വിനയം നഷ്ടപ്പെടുത്തുന്നു. ചാണക്യന്റെ മുന്നറിയിപ്പ്, അഹങ്കാരിയുടെ കൂടെ നിൽക്കുന്നവൻ സ്വന്തം പതനത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് ചന്ദ്രഗുപ്ത, അഹങ്കാരിയുടെ വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക.